അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും മതപരമായ വികാരങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അനുദിനം വഷളായിക്കൊണ്ടിരിക്കെ സമാധാനപരമായ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത പോപ്പ് ലിയോയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പരമോന്നത ആത്മീയ നേതൃത്വത്തെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി പരസ്യമായി വെല്ലുവിളിക്കുന്നു. സമാധാനത്തിന്റെ വചനങ്ങളുമായി മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച പോപ്പിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിക്കുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ തർക്കം മാത്രമല്ല, മറിച്ച് വിശ്വാസവും അധികാരവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം കൂടിയായി മാറുകയാണ്. യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഇറാനും അമേരിക്കയ്ക്കും ഇടയിലേക്ക് സമാധാന ദൂതുമായി വന്ന പോപ്പ് ലിയോയ്ക്ക് നേരെ ട്രംപ് തൊടുത്തുവിട്ട വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പോപ്പ് ഭയങ്കരനാണ്, പോപ്പ് ഈസ് വെരി ടെറിബിൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇറാൻ വിഷയത്തിൽ പോപ്പിന്റെ ഇടപെടലുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ നയങ്ങളിലും മതനേതാക്കൾ ഇടപെടേണ്ടതില്ലെന്ന കടുത്ത നിലപാടാണ് ട്രംപ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോപ്പ് ശ്രമിക്കുമ്പോൾ അതിനെ അമേരിക്കയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഇറാനുമായുള്ള യുദ്ധം ലോകത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് പോപ്പ് ലിയോ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉപദേശങ്ങൾ അമേരിക്കയെ പ്രകോപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇറാന്റെ ഭീഷണികളെ സൈനികമായി തന്നെ നേരിടണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ട്രംപ് ഉള്ളത്. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യുന്ന ഇറാന്റെ നടപടികൾക്ക് മറുപടിയായി സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുമ്പോഴാണ് സമാധാന ചർച്ചകളുടെ പ്രസക്തി വരുന്നത്. പക്ഷേ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നവർ ഇറാന്റെ ക്രൂരതകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം. പോപ്പിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തിനെതിരെ ഇത്തരമൊരു പരാമർശം നടത്തുന്നതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് തന്റെ കടുത്ത അനുയായികളുടെ പിന്തുണ ഉറപ്പിക്കാനാണോ എന്ന ചർച്ചയും സജീവമാണ്. വാർത്തയുടെ ഉൾത്തളങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലെന്ന് മനസ്സിലാക്കാം. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ വിദേശ നയങ്ങളിൽ ആത്മീയ നേതാക്കൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താമെന്ന വലിയൊരു തർക്കത്തിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇറാൻ വിഷയം സങ്കീർണമായി തുടരുമ്പോൾ വത്തിക്കാൻ ഇടപെടലുകൾ യൂറോപ്യൻ രാജ്യങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് ഭയപ്പെടുന്നു. താൻ എടുക്കുന്ന ഏതൊരു സൈനിക തീരുമാനത്തെയും തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളെ മുളയിലെ നുള്ളുക എന്നതാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി. അതുകൊണ്ട് തന്നെയാണ് പോപ്പ് ഭയങ്കരനാണ് എന്ന രീതിയിലുള്ള പരുക്കൻ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നതും. ഇത് കത്തോലിക്ക സഭയ്ക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സിനിമാറ്റിക്കായ ഒരു വഴിത്തിരിവാണ് ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് സൈനിക കരുത്തിൽ അഹങ്കരിക്കുന്ന അമേരിക്ക, മറുവശത്ത് സമാധാനത്തിന്റെ സന്ദേശവുമായി നിൽക്കുന്ന വത്തിക്കാൻ, ഇതിനിടയിൽ തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടുന്ന ഇറാൻ. ഹോർമോസ് കടലിടുക്കിലെ കപ്പലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സൈറണുകൾക്കും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലിനുമിടയിൽ പോപ്പിന്റെ വാക്കുകൾ ഒരു നേർത്ത വെളിച്ചമായിരുന്നെങ്കിലും ട്രംപിന്റെ രോഷം ആ വെളിച്ചത്തെ കെടുത്തിക്കളയാനാണ് ശ്രമിക്കുന്നത്. ലോകം മുഴുവൻ ഈ തർക്കത്തെ ഉറ്റുനോക്കുമ്പോൾ ട്രംപ് തന്റെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നത് യുദ്ധഭീതി അനുനിമിഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്ന പോര് ലോകരാജ്യങ്ങൾക്കിടയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമാധാന ശ്രമങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ പോലും വലിയ വിള്ളലുകൾ ഒരു പക്ഷേ സൃഷ്ടിച്ചേക്കാം. ട്രംപിന്റെ വാക്കുകൾ ഇറാന് കൂടുതൽ പ്രകോപനം നൽകാൻ മാത്രമേ എന്തുകൊണ്ടും സഹായിക്കൂ. ലോകമൊരു മഹാമാരി എന്ന പോലെ യുദ്ധത്തെ ഭയപ്പെടുമ്പോൾ സമാധാനം പറയുന്നവരോട് ട്രംപ് കാട്ടുന്ന ഈ അസഹിഷ്ണുത ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടും? ആത്മീയതയും അധികാരവും നേർക്കുനേർ നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ ആരുടെ വാക്കുകൾക്കാകും ലോകം കൂടുതൽ വില കൽപ്പിക്കുക? ഈ തർക്കം അവസാനിക്കുന്നില്ല, മറിച്ച് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ രൂക്ഷമാവുകയാണ്. പോപ്പ് ലിയോയുമായുള്ള ഈ പരസ്യ ഏറ്റുമുട്ടലിലൂടെ ട്രംപ് നൽകുന്നത് താൻ ആർക്കും വഴങ്ങില്ലെന്ന സന്ദേശം തന്നെയാണ്.
സമാധാനത്തിനു പകരം സൈനിക നടപടിയാണ് പോംവഴി എന്ന് അദ്ദേഹം വിശ്വസിക്കുമ്പോൾ അത് വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമാവുമോ എന്ന ആശങ്കയാണ് ബാക്കിയാവുന്നത്. ട്രംപിന്റെ രോഷവും പോപ്പിന്റെ വചനങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷയായി മാറിക്കഴിഞ്ഞു. ഈ ചതുരംഗക്കളത്തിൽ ഇനി ആര് നീക്കം നടത്തും, ആര് വീഴുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. അതായത് നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഈ പുകയുന്ന കനലുകൾ ഒരു മഹാ അഗ്നിയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല എന്നർത്ഥം.